Naman din. Doon? അത് നോക്കോ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനിവിടെ അതിൽ പ്രൊഡക്റ്റിന് ഡാറ്റ ഞാൻ യൂസർ ഡാറ്റ ക്രിയേറ്റ് ഉണ്ട്. നമ്മൾ വയ്ക്കാൻ എങ്ങനെ ഫ്രണ്ടിൽ ആകുന്നതാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ API സെറ്റ് ആണ്. നമ്മൾ ഗെറ്റ് പോസ്റ്റ് പാച്ച് ഡിലീറ്റ് ഗെറ്റ് ഐഡി ഇത്ര API ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഡാറ്റാബേസ് ഇല്ലാത്തതാണ് നമ്മൾ ഫയൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിച്ച് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ തന്നെ ഫ്രണ്ട് കണക്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം നോക്കാം. നിങ്ങൾക്ക് അറിയാം എങ്ങനെ നമ്മൾ ചെയ്യാം. നമ്മൾ ഫെച്ച് നമ്മൾ ആക്സസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം. ആക്സസ് ഓക്കെ, നമ്മൾ ഫെച്ച് വെച്ചില്ലേ. ഫെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഗെറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് ഫെച്ച് ഗെറ്റ് മാത്രം പോരാ, പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പാച്ച് ചെയ്യാൻ പറഞ്ഞു, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം വരണ്ടേ. നമ്മൾ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ API സെറ്റ് ആണ്. നിങ്ങളുടെ API സെറ്റ് ആണല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, ഫിക്സ് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യണം നോക്കിയാൽ മതി. എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഫ്രണ്ട് എൻഡ് വേണ്ടേ. അതിനായിട്ട് നമുക്ക് റിയാക്ട് വന്നിട്ട് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. റൂട്ടിംഗ് റിയാക്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. npm create write at latest API ചുമ്മാ പേര് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, npm i app.js നടക്കുന്നു, index.js നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പേജുകൾ വേണം. നമ്മുടെ ആപ്ലിക്കേഷനകത്തൂടെ നമുക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇവിടെ യൂസറിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു യൂസറിന്റെ ഫുൾ ഡീറ്റെയിൽസ് മാത്രമായിട്ട് കാണാൻ പറ്റണം. ഒരു യൂസറിനെ എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഇല്ല, ഇതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ എഡിറ്റ് അല്ലേ, എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണല്ലോ. ആഡ് ചെയ്യാൻ പറ്റണം. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം മൾട്ടിപ്പിൾ പേജ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് പാക്കേജ് വേണം, റിയാക്ട് റൗട്ടർ ഡോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, npm i റിയാക്ട് റൗട്ടർ ഡോ. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഇത് ഓക്കെ ആണല്ലോ. ഓരോ സ്റ്റെപ്പ് സെർച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്യാം അല്ലേ. അത് റാപ്പ് ചെയ്തു. ഓക്കെ, ഇത് റൺ ചെയ്യാം. npm ഇന്നത്തെ സ്റ്റെപ്പ് എന്താ, ഇവിടെ വരിക അല്ലേ. ഇമ്പോർട്ട് റൗട്ട്സ് റൗട്ട് ഇമ്പോർട്ട് ചെയ്യാം. കോസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പോർട്ട് ഡിഫോൾട്ട് ചെയ്തു അല്ലേ. ഇത് നമുക്ക് റിട്ടേൺ നമുക്ക് റൗട്ട് ചെയ്താം. റിട്ടേൺ നമ്മൾ ആദ്യം ചെയ്യാൻ ഒരു നവബാർ ജനറേറ്റ് ചെയ്ത് നവബാർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനോട് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് കമ്പോണൻസ് ഫോൾഡർ, അതിനകത്ത് അതിനൊരു index.js ഫയൽ വേണം, CSS ഫയൽ വേണം. ഇമ്പോർട്ട് ആദ്യം ഫയൽ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ കോൺസ്റ്റ് navbar equal to export default navbar നമ്മുടെ എച്ച്ണ്ടാല് യൂസർ ഇവിടെ ഒരു ലിങ്ക് ടാഗ് യൂസ് ചെയ്യാം. ഓർമ്മയില്ലേ, ഇമ്പോർട്ട് ഇവിടെ നാവലിംഗ് ഓർമ്മയില്ലേ, നാവലിംഗ് പോട്ടെ, അത് നമ്മൾ ലിങ്ക് മാത്രമേ എടുത്തുള്ളൂ. നാവലിംഗ് ഒന്നും ശരിയില്ല. എങ്ങനെ കൊടുക്കാം, ആദ്യം ഹോം ടു ഈക്വൽ ടു ക്ലാസ് നെയിം ഹോം വേണം, പിന്നെ ആഡ് യൂസർ രണ്ട് പേജ് മതി. ബാക്കിയെല്ലാം അതിനകത്ത് ചെയ്യാം. ഡിലീറ്റ് ആണെങ്കിൽ നമ്മൾ ഗെറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ഓപ്ഷൻ വെക്കും. എഡിറ്റ് ചെയ്യാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിലേക്ക് കോൺസെപ്റ്റ് വെക്കും. ഓക്കെ, ഇത് സ്റ്റൈൽ ചെയ്യണമല്ലോ. 55 55
display flex array item center display contains base dot display flex yeah 20. പിന്നെ വേറെ നോക്കാം കുറച്ച് സ്റ്റൈൽ ആഡ് ചെയ്തു നിങ്ങൾക്ക് അറിയാലോ സ്റ്റൈൽ ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മുടെ ആംപ്ലൂസ് യൂസ് ചെയ്യുന്നു കോമൺ സ്റ്റൈലായിട്ടുള്ള സ്റ്റാർ ആദ്യം 0 ഓപ്പറേഷൻ പറഞ്ഞു നമ്മൾ പാഡിംഗ് കൊടുക്കുമ്പോൾ ബിറ്റിന്റെ കൂടെ ആടാതിരിക്കാം അല്ലെങ്കിൽ പാഡിംഗ് കൊടുക്കുമ്പോൾ ബിറ്റിന്റെ കൂടെ ആടാവില്ലേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നവബാർ ഇമ്പോർട്ട് ചെയ്യാം കടന്നു വീട്ടായിരുന്നു റെഡായിരുന്നു അല്ലേ ശരിയല്ലേ ആ എന്താ വെച്ചാൽ നമ്മളിവിടെ ആപ്പിന്റെ സൈസ് കണക്ട് ചെയ്തില്ല ഓക്കെ തന്നില്ലേ ഹോം സപ്പോർട്ട് ഫോൺ ഫാമിലി ഏരിയ ഓക്കെ നമ്മുടെ നവബാർ ക്രിയേറ്റ് ആയി ഓക്കെ അതിനകത്ത് സ്റ്റെപ്പ് എന്താ ആ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഓക്കെ നമുക്ക് ആദ്യം നമ്മൾ ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം പേജ് ക്രിയേറ്റ് നമ്മൾ ഈ SRC-ക്കകത്ത് പേജ് അല്ലേ അതിൽ വേറെ പേജ് ഏതാ ആഡ് യൂസർ അപ്പൊ അതിനും ആദ്യത്തെ പേജ് ചെയ്താ ഹോം പേജ് അല്ലേ പിന്നെ എക്സ്പോർട്ട് ചെയ്യണം എക്സ്പോർട്ട് ഡീഫോൾട്ട് ഹോം ഓക്കെ നമ്മൾ ചെയ്തു അടുത്ത എന്താ കണക്ട് ചെയ്യാം അതിനകത്ത് ഇവിടെ റിട്ടേൺ കൊടുക്കാം തൽക്കാലം കണക്ട് ചെയ്യാൻ മനസ്സിലാണെങ്കിൽ വെറുതെ ഉണ്ടായി ഹോം ഓക്കെ ഇത് നമ്മൾ ഇവിടെ വരുന്നു നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യാൻ ആദ്യം വേണ്ടേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം ഇതിന്റെ സേസ് ആയിട്ട് ലാസ്റ്റ് ഇമ്പോർട്ട് എന്താ ഹോം ഫ്രം /pay/home ഓക്കെ ഇനി ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ വരിക റൗട്ട്സ് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് ചെയ്യാം ഇവിടെ പാത്ത് ഉണ്ട് സ്ലാഷ് അതുപോലെ എലമെന്റ് ഉണ്ട് അതെന്താ ഹോം ടാഗ് ഹോം വന്നിട്ടുണ്ട് ഓക്കെ അല്പം സെറ്റായി നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഡോട്ട് ഹോം കണ്ടെയ്നർ അതാണ് ഹോം പേജ് നമുക്ക് ഇവിടെ കാണുന്നത് എന്താ യൂസേഴ്സിനാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ രക്ഷണ്ടായിട്ടു യൂസേഴ്സ് ഇവിടെ നമുക്ക് യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാം അതാണ് നമുക്ക് വേണ്ടത് അവിടെ രക്ഷണ്ടായിട്ട് യൂസേഴ്സ് നമുക്ക് ഞാൻ സ്റ്റെപ്പ് നമുക്ക് അതിന് ലിസ്റ്റ് നിന്ന് സ്റ്റൈൽ പാഡിംഗ് കൊടുക്കാം ഡോട്ട് ഹോം കണ്ടെയ്നർ ഓക്കെ ആ ഒരു പാഡിംഗ് ഇവിടെ എല്ലാം ഉണ്ട് ഇനി ഇവിടെ നമുക്ക് യൂസേഴ്സിനെ കാണണം ആണല്ലോ യൂസേഴ്സിന്റെ ഡേറ്റ എവിടെയാണുള്ളത് യൂസേഴ്സിന്റെ ഡേറ്റ എവിടെയുള്ളത് ആ നമ്മുടെ API യിലാണുള്ളത് നമ്മൾ ആ API ഡേറ്റ ഇവിടെ കൊണ്ടുവരണം ഓക്കെ ആണല്ലോ നമ്മൾ ഇതുവരെ വെച്ച് ഫെച്ച് ആയിരുന്നു ഓർമ്മ ഫെച്ച് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ അതിനകത്ത് URL കൊടുത്തു അപ്പോൾ നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഡേറ്റ കിട്ടി ഇത് നമ്മൾ കൺവേർട്ട് ചെയ്തു ഓർമ്മയുണ്ടോ നമ്മൾ റെസ്റ്റ് ഓഫ് JSON എന്നൊക്കെ പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യണമായിരുന്നു നമുക്ക് കിട്ടുന്ന ഡേറ്റ ഫോർമാറ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തത് അപ്പം ഇതിന് പകരം നമ്മൾ ഫെച്ച് എന്ന് പറഞ്ഞ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല വെറുതെ ഫെച്ച് എന്ന് കൊടുത്താൽ മതി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യാം പക്ഷേ ഒരു ബെസ്റ്റ് തേർഡ് പാർട്ടി എന്ന പാക്കേജ് ഉണ്ട് അതാണ് ആക്സിയോസ് നമ്മുടെ റിയാക്റ്റും റെക്കമെൻഡ് ചെയ്യുന്നത് ആക്സിയോസ് ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഇത് തേർഡ് പാർട്ടിയാണ് ഇൻബിൽറ്റ് അല്ല പക്ഷേ റിയാക്ട് വരെ റെക്കമെൻഡ് ചെയ്യുന്നത് ആക്സിയോസ് ആണ് ആക്സിയോസ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ഉപയോഗിച്ച് വേണം നിങ്ങൾ API കോൾ ചെയ്യാനാണ് പറയുന്നത് വളരെ എളുപ്പമാണ് ആക്സിയോസ് ഉപയോഗിച്ച് ചെയ്യാൻ അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള npm i ആക്സിയോസ് ഇൻസ്റ്റാൾ ആയി ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ വന്നിട്ട് API കോൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിയോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ് എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ അസിങ്ക് അവൈറ്റ് മെത്തേഡാണ് ഓക്കെ അപ്പോൾ അതിന് എന്തൊക്കെ വേണം ഇവിടെ API കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ കോൺസ്റ്റ് ഗെറ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുന്നു ഇത് അസിങ്കണസ് ആയിട്ട് എഴുതുന്നു ഇത് ഓർമ്മയില്ലേ എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും കോൺസ്റ്റ് യൂസേഴ്സ് നമുക്ക് റെസ്പോൺസ് ഉണ്ട് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ് നമ്മൾ തെറ്റാണ് കൊടുത്തോണ്ടിരുന്നത് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പോകുന്നത് ആക്സിയോസ് നമ്മൾ എന്ത് റിക്വസ്റ്റ് അയക്കാൻ പോകുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ഗെറ്റിൽ നമ്മൾ അയക്കാം മെത്തേഡ് ഗെറ്റ് നമ്മൾ അയക്കാൻ പോകുന്നത് ഇന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്ത നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിച്ച് ചെയ്തത് ഈ ഗെറ്റ് റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടും 2 3 4 ഓക്കെ നല്ലത്
ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആക്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സസ് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് നമ്മൾ ഏത് മെത്തേഡാണ് കോൾ ചെയ്യുന്നത് അത് കൊടുക്കുക. ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കുക, URL ലോക്കൽ ഹോസ്റ്റ് 8000 888 അല്ലേ, ആണോ 8000 ആയിരുന്നോ, 8000 ആയിരുന്നല്ലേ, സ്ലാഷ് എന്താ നമ്മുടെ പാത്ത്. ഇതാണ് നമ്മുടെ URL. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ റെസ്പോൺസിനകത്ത് ഡാറ്റ വരും. നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഈ ഒരു URL ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയക്കും, ഡാറ്റ എവിടെ വരും, റെസ്പോൺസ് വരും. നമുക്ക് ഇവിടെ വേണ്ടത് കൺസോൾ ചെയ്യാം, console.log റെസ്പോൺസ്. ഇനി ഇത് ഈ പേജ് ലോഡാകുമ്പോൾ വർക്ക് ആവണമെങ്കിൽ എന്ത് വേണം, യൂസ് എഫക്ട്. മറന്നത് ഓർമ്മയില്ലേ, യൂസ് എഫക്ട് കൊടുക്കുക, എന്നിട്ട് യൂസ് എഫക്റ്റിൽ ഇതിനെ പാസ് ചെയ്യുക. ഫസ്റ്റ് പാരാമീറ്റർ ഫംഗ്ഷൻ, സെക്കൻഡ് പാരാമീറ്റർ ഇന്റിജർ. ഓർമ്മയില്ലേ ഇത്, എന്നിട്ട് നമ്മൾ ഗെറ്റ് യൂസറിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഗെറ്റ് ചെയ്യുന്നു, റെസ്പോൺസ് കൺസോളിൽ പ്രിന്റ് ആവുന്നു അല്ലേ. നമുക്ക് നോക്കാം പ്രിന്റ് ആവുന്നുണ്ടോ. എന്ത് സംഭവിക്കുന്നത്, ഇവിടെ എന്തോ എറർ അടിച്ചു, റെസ്പോൺസ് കൺസോൾ ആവുന്നില്ല, പകരം അവിടെ നോക്കിയേ എന്താ എറർ വായിച്ചു നോക്കിയേ, ഹാസ് ബീൻ ബ്ലോക്ക്ഡ് ബൈ, കണ്ടോ, ദ ആക്സസ് ടു XML HTTP റിക്വസ്റ്റ് അറ്റ് HTTP localhost 8000/user from origin localhost 5173 has been blocked by course policy. ഫയർബോൾ അല്ല, ഇത് വേറൊരു പോളിസി ഉണ്ട്. സംഭവം എന്താ ചെയ്തേ ഉള്ളൂ, അതായത് നമ്മളിപ്പം റിക്വസ്റ്റ് അയക്കുന്നത് എവിടുന്ന, ലോക്കൽ ഹോസ്റ്റ് 5173. നമ്മൾ എങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്നത്, ലോക്കൽ ഹോസ്റ്റ് 8000ലേക്ക്. രണ്ട് ഡൊമൈൻ ആണ്, ഒന്ന് ലോക്കൽ ഹോസ്റ്റ് 5173, ഒന്ന് 8000. നമ്മൾ ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡൊമൈനിൽ നിന്ന് മറ്റൊരു ഡൊമൈനിലേക്ക് റിക്വസ്റ്റ് അയക്കാൻ ശ്രമിക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും ഫോർ സെക്യൂരിറ്റി പർപ്പസ്. ഓക്കെ ആണല്ലോ, ഒരു ഡൊമൈനിൽ നിന്ന് മറ്റു ഡൊമൈനിലേക്ക് നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ അത് ഡിഫോൾട്ട് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ്. അതാണ് ആ പോളിസിയുടെ പേര്, കോഴ്സ്. എന്താ ക്രോസ് ആയിട്ട് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ്. അതായത് ക്രോസ് ഒറിജിനിൽ റിസോഴ്സ് ഷെയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു പോളിസിയാണ് ഈ കോഴ്സ് പോളിസി. ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പോളിസി, അതായത് നമ്മൾ രണ്ട് വ്യത്യസ്ത ഡൊമൈനുകളിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കാൻ നോക്കുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡൊമൈനിൽ പറഞ്ഞു കൊടുക്കണം, ഇവിടേക്ക് വേറെ ക്രോസ് ഡൊമൈനിൽ റിക്വസ്റ്റ് വന്നാൽ കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലായിരിക്കും. നമ്മൾ ബാക്കിൽ പറയും ഇവിടേക്ക് ഏത് ഡൊമൈനിൽ റിക്വസ്റ്റ് വന്നാലും ബ്ലോക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ അതിനുവേണ്ടി ഒരു പാക്കേജ് യൂസ് ചെയ്യും, അതാണ് കോഴ്സ്. ആ പാക്കേജിന്റെ പേര് കോഴ്സ് തന്നെയാണ്, അതായത് കോഴ്സ് NPM. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് പാക്കേജ്. നമ്മൾ ഈ കോഴ്സ് എന്ന് പറയുന്ന ഈ പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇത് മിഡിൽ വെയർ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഓരോ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ബ്ലോക്ക് ചെയ്യപ്പെടാതെ ഈ കോഴ്സ് നോക്കിക്കോളും. ഓക്കെ ആണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പറഞ്ഞത് റിക്വസ്റ്റിനകത്ത് ഹെഡർ ഉണ്ട്, ബോഡി ഉണ്ട്. ഓക്കെ ആണല്ലോ, ഓരോ റിക്വസ്റ്റിനും ഹെഡറിലേക്ക് ബ്ലോക്ക് ചെയ്യാതിരിക്കാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യും. അതായത് നമ്മൾ മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും എന്ത് ചെയ്യും, ഈ മിഡിൽ വെയർ ഇവിടെ കയറിയിട്ടാണ് റിക്വസ്റ്റ് പോവുക, പാസ് ആവുക. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് വരുന്നു, നമ്മുടെ കോഴ്സ് മിഡിൽ വെയർ കയറുന്നു, ഇത് ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ആഡ് ചെയ്യുന്നു, പോകും, ബ്ലോക്ക് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ, അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ബാക്കിലേക്ക് വരുന്നു, എന്നിട്ട് നമ്മുടെ ബാക്കിൽ NPM i കോഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു, തിരിച്ച് റൺ ചെയ്യുന്നു. ഇവിടെ വരിക, നമ്മൾ കോഴ്സ് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് app.use കോഴ്സിനെ കണക്ട് ചെയ്യാം. നമുക്ക് ഈ കോഴ്സിനകത്ത് ഏതൊക്കെ ഡൊമൈൻ നയിച്ചാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്നൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ തൽക്കാലം ഇങ്ങനെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യാം, സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഴ്സ് ഇവിടെ യൂസ് ചെയ്തത് നമ്മുടെ ബാക്കിൽ. ഇനി നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് റെസ്പോൺസ് വന്നിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ഡാറ്റ, അതിനകത്ത് കുറേ കീസ് ഉണ്ട്, ഹെഡേഴ്സ്, റെസ്പോൺസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിനകത്ത് ഡാറ്റ എന്ന് പറയുന്ന കീയിൽ നമുക്ക് ഡയറക്റ്റ് ഡാറ്റ വന്നു. നമ്മൾ ഇവിടെ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട, റെസ്പോൺസ്.json ഒന്നും കൊടുക്കണ്ട. അതാണ് ആക്സസിന്റെ പ്രത്യേകത. നമ്മൾ ഫെറ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മയില്ലേ, ഫെറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു, അസിംഗായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുമായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല, വെറുതെ വിളിച്ചാൽ മതി, നമുക്ക് കിട്ടുന്ന കീക്കകത്ത് .data എന്ന് വിളിച്ചാൽ നമുക്ക് ശരിക്കുള്ള ഡാറ്റ കിട്ടും. രണ്ടോടെ വരാൻ കാര്യം സ്റ്റിക് മോഡിൽ ഓൺ ആണ്. ഓക്കെ, ഡാറ്റ കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഡാറ്റ നമ്മുടെ UIയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേറ്റ് വേണ്ടേ, യൂസ് സ്റ്റേറ്റ് വേണം. യൂസർ സെറ്റ് യൂസേഴ്സ് നോക്കാം, സെറ്റ് യൂസേഴ്സ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് എന്താ MDR ഇനിഷ്യൽ MDR. എന്നിട്ട് നമ്മൾ ഈ റെസ്പോൺസ് വരുന്നതിന് ശേഷം നമ്മൾ സെറ്റ് യൂസേഴ്സ് വെച്ചിട്ട് ആ റെസ്പോൺസിനെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെസ്പോൺസ് വരുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, നിങ്ങൾ ഇത് കാണിക്കണം, എന്ത് ചെയ്യാം, നമുക്ക് യൂസർ കണ്ടെയ്നർ. ഓക്കെ, നമുക്ക് ഒരു ലൈനിൽ 4 യൂസറിനെ 5 യൂസറിനെ നമുക്ക് കാര്യം കൂടെ ഗിറ്റ് ഉപയോഗിക്കാം. ഓക്കെ, യൂസർ കണ്ടെയ്നർ ഡിസ്പ്ലേ ഗിറ്റ് ടെംപ്ലേറ്റ് കോളംസ് 5 കോളായിട്ട് കാണിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് മാപ്പ് ചെയ്യാം അല്ലേ. ഇപ്പൊ എന്താ നമ്മുടെ യൂസേഴ്സ് ഡോട്ട് മാപ്പ്. ഓക്കെ, സോ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡി കൊടുക്കാൻ പറഞ്ഞോ, നമ്മൾ കീ പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞോ, കീ മാപ്പ് ചെയ്യുമ്പോൾ കീ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഐറ്റം കൊടുത്തു, റിട്ടേൺ ഡോട്ട് യൂസർ കാർഡ്. യൂസർ എന്തൊക്കെ ഉണ്ട്, ഇമേജ് ഉണ്ട്, ഇമേജ് എവിടെയുള്ള ഐറ്റം ഡോട്ട് ഇമേജ് അല്ലേ, ഐറ്റം ഡോട്ട് ഇമേജ്. നമ്മൾ ഡേറ്റ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇമേജ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ്, പ്ലേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കാർഡാക്കാം. അതിനായിട്ട്
കാർഡ് ഓപ്ഷൻ എടുക്കാം. ഇത് മാറ്റണം, ഗ്യാപ്പ് കൊടുക്കാം. ഇവിടെ ആണല്ലോ. അപ്പൊ ഇവിടെ യൂസേഴ്സ് നമ്മൾ ആർട്ടിസ്റ്റ് ആയി മറ്റു വരും. യൂസർ കാർഡ് യൂസർ എവിടെ വരുന്നത്? എവിടെയാണ് വരുന്നത്? API എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് യൂസേഴ്സ് യൂസറിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആഡ് ചെയ്യുന്ന സെറ്റപ്പ് ഓക്കെ നമുക്ക് ഗാലറി സെറ്റപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നത് പറഞ്ഞില്ലല്ലോ. തൽക്കാലം ഇമേജ് ലിങ്ക് കോപ്പി ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യുന്ന അഡ്രസ് നോക്കാം. അതായത് ഇമേജ് നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞില്ല. ഓക്കെ അത് പിന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എഡിറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇന്ന് തൽക്കാലം ഇമേജ് നമ്മൾ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തു. നമുക്ക് തന്നെ അതിൽ ലിങ്ക് കോപ്പി ആഡ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യാം. ഓക്കെ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് യൂസർ പേജ് അല്ലേ? അപ്പോൾ അതിനായിട്ട് ആഡ് യൂസർ പേജ് ആണ് ഇവിടെ ഇമ്പോർട്ട് ഡോട്ട് സ്ലാഷ് ആഡ് യൂസർ ഡോട്ട് യൂസർ ആഡ് യൂസർ ഓക്കെ നിങ്ങൾ ഇത്രയും ചെയ്യും എന്തോ ആ രണ്ടെണ്ണം വെച്ചാൽ ഓക്കെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ നമുക്ക് വേണ്ടേ? നെയിം, ഇമേജ്, ഓക്കെ ഇത് നോക്കിയോ? ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്താൽ ബാക്കി പോസ്റ്റ് കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് ടൈം ഇല്ല. ഓക്കെ ഓക്കെ ആഡ് യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ നമുക്ക് വേണ്ടേ? നെയിം, ഇമേജ്, ഏജ്, പ്ലേസ് അല്ലേ? അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണം നമുക്ക് എന്ത് വേണം? നമുക്ക് അതിന് ഫോം വേണം അല്ലേ? അപ്പോൾ ഞാൻ ഫോം കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് ഇൻഡെക്സ് ഡോട്ട് ജെഎസ്എക്സ് നമ്മൾ ആൻഡ്രോയിഡ് വെച്ചല്ലേ? ആൻഡ്രോയിഡ് ANTD ഒരു ലൈബ്രറി മറ്റേ ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അവിടെ ക്രിയേറ്റ് നോക്കിയോ? ലേബൽ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ മുകളിൽ ഇൻപുട്ട് ആയിട്ട് മുകളിൽ ടെക്സ്റ്റ് എത്തില്ലേ? മുകളിൽ ഇപ്പോൾ നെയിം എന്നിട്ട് ഇൻപുട്ട് ആകും, പാസ്വേഡ് ഇൻപുട്ട് ആകും. അതാണ് ലേബൽ. ഇൻപുട്ട് ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ അറിയാൻ പോകും. ഇൻപുട്ട് ആയി കൊണ്ടുപോയി നോക്കും. ഇമ്പോർട്ട് ഇൻപുട്ട് ഫ്രം നമ്മുടെ കമ്പൗണ്ട് എന്തെങ്കിലും ഫോമിനകത്ത് ഫസ്റ്റ് ഇൻപുട്ട് ആയിരിക്കും. എന്നിട്ട് അതിന് ലേബൽ കൊടുക്കുന്നു. അടുത്ത ഇൻപുട്ട് പ്ലേസ് ഇത് ആഡ് യൂസർ പേജാണ്. നമ്മൾ ആഡ് യൂസറോടെ കണക്ട് ചെയ്യണം അല്ലേ? വരുന്നു സ്ലാഷ് ആഡ് യൂസർ നമ്മൾ ആഡ് യൂസർ പേജ് വന്നു. നമുക്ക് ചെയ്യാം ഫോം മെമ്പർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആഡ് യൂസർ
ഇൻപുട്ട് വന്നു കേട്ടോ. ഇവിടെ ലേബൽ നോക്കിയേ, നെയിം, ഏജ്, പ്ലേസ്, ഇമേജ്. അങ്ങനെ വന്നേ നമ്മൾ ഇൻപുട്ട് പേര് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ടിന് ഇൻപുട്ട് ഉണ്ട്, ലേബൽ ടെക്സ്റ്റ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ പാസ് ചെയ്യുന്നു, ടോപ്പായിട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ യൂസർ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് യൂസർ ചെയ്യുന്നു, ഇവിടെ ബട്ടൺ നോക്കാം. തൽക്കാലം ഞാൻ ടൈപ്പ് ചെയ്യില്ല. നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോകാം. എന്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ആവണം, നമ്മുടെ ബാക്കിലേക്ക് ഡേറ്റ ആഡ് ആവണം. അതുപോലെ നമ്മൾ ഇടാത്ത മൊബൈൽ പോകണം. അവിടെ കാണാൻ പറ്റും. അതാണ് ചെയ്യാൻ ആണല്ലോ. അപ്പം ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ എല്ലാം നമ്മൾ ചെയ്തില്ല തുടങ്ങിയ സാധനം പുതുവാ നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ഇൻപുട്ട് ടാഗിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനം മതിയാണ് സ്റ്റേറ്റിലേക്ക് എത്തണം. എന്നിട്ട് അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യുക? നമ്മൾ പോസ്റ്റ്മാനിൽ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റ് പോസ്റ്റ് ആവണം അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ആഡ് യൂസറിനകത്ത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, പോസ്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് നമ്മൾ ഒബ്ജക്റ്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് കീസ് എഴുതും. നെയിം ഉണ്ട്, അത് വേറെ ഏജ് ഉണ്ട്, ഏജ് നമ്പർ അല്ലേ, പ്ലേസ് ഉണ്ട്, ഇമേജ് ഉണ്ട്. ഇത്ര സാധനം സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് യൂസർ കോമ സെറ്റ് നമ്മൾ ഇതിന് ഓൺ ചേഞ്ച് കൊടുക്കും. ഓൺ ചേഞ്ച് ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടേക്ക് നമ്മൾ ഓൺ ചേഞ്ചിനെ ടോപ്പായിട്ട് പാസ് ചെയ്ത് ശരിക്കുള്ള ടെമിന് ഓൺ ചേഞ്ച് കൊടുക്കണം. ഇതൊക്കെ അറിയില്ല നമ്മളിവിടെ വരുന്നു. നമ്മൾ ഓരോ ഓൺ ചേഞ്ച് ചെയ്തു. നമുക്ക് ഓരോ ഓൺ ചേഞ്ച് ഓൺ തൽക്കാലം ശരിക്കും നമുക്ക് ഒറ്റ ഓൺ ചേഞ്ചിൽ എല്ലാം ചെയ്യാൻ പറ്റും. തൽക്കാലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോന്നിനും ഓൺ ചേഞ്ച് കൊടുക്കാം. നെയിം മാറ്റാൻ വേണ്ടി ഓൺ ചേഞ്ച്, ഓൺ നെയിം ചേഞ്ച്. വേണ്ടി അതെങ്ങനെ സിംപ്ലിഫൈ എന്നുള്ളത് കാണിച്ചു തരാം. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇവന്റ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് സെറ്റ് യൂസർ ഓഫ് എന്താ കൊടുക്കുക? അല്ല, വീഡിയോ ടാറ്റ് വാല്യൂ കൊടുത്താൽ ഇവിടെ യൂസറിനകത്തേക്ക് നെയിം മാത്രമേ വരുള്ളൂ. ഇപ്പം യൂസർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിനകത്തുള്ള നെയിം എന്ന് പറഞ്ഞ കീ മാത്രമേ മാറാവുള്ളൂ. ബാക്കി എല്ലാവരും വേണം തരും. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ വന്നിട്ട് സെറ്റ് യൂസർ ഡോട്ട് 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 യൂസർ. അപ്പൊ ഈ യൂസറിലുള്ള എല്ലാം ഇവിടെ വരും. കോമ എന്താ നെയിം ഹീറോ ടാർഗറ്റ് ഡോട്ട് വാല്യൂ. മനസ്സിലായോ? അത് നമ്മൾ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും അതിലുള്ള എല്ലാം വേണം, കൂടാതെ നെയിം മാത്രം അറിയാൻ മതി. അപ്പൊ അതിനുള്ള എല്ലാം വരാൻ വേണ്ടിയാണ് ഈ ഡോട്ട് 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 യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നെയിം ചേഞ്ച്, അതുപോലെ ഏജ് ചേഞ്ച് ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം ഇങ്ങനെ ചെയ്യണം. പ്ലേസ് ചേഞ്ച്, മറ്റേ കുറച്ച് കോംപ്ലക്സ്. അപ്പൊ അതൊക്കെ ഇത് ആദ്യം സെറ്റ് മനസ്സിലാക്കാം. എന്തായാലും വരാം. ഇമേജ് ചേഞ്ച്. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നെയിം ആകുമ്പോൾ ഏജ് ആകുമ്പോൾ ഇത് ഏജാക്കും, പ്ലേസ് ആകുമ്പോൾ പ്ലേസ് ആക്കും. അതുപോലെ ഇമേജ് ആക്കുമ്പോൾ ഇമേജ് ശരിക്കും നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. തൽക്കാലം നമ്മൾ ലിങ്ക് ആഡ് ചെയ്യാം. ഇന്നത്തേക്ക് നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇമേജ് വയ്ക്കാം. ഇവിടെ പാസ് ചെയ്യും ഓൺ നെയിം ചേഞ്ച്. ഇത് ഏജ്, ഇവിടെ പ്ലേസ്, ഇവിടെ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഒന്ന് കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് നമ്മുടെ യൂസറിനെ. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, കൺസോൾ എടുക്കുന്നു. ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാം. ആദ്യമേ നെയിം ഡീനോ. ഓക്കെ, നോക്കിയേ നമ്മുടെ ഒബ്ജക്റ്റിനകത്ത് നെയിം കയറി. എങ്ങനെ കയറി? നമ്മൾ റൊണാൾഡിനോ നമ്മുടെ ഈ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോളായി. ഈ ഫംഗ്ഷൻ കോളായി സെറ്റ് യൂസറിലേക്ക് ഡോട്ട് ഡോട്ട് യൂസർ, അതായത് ഇതെല്ലാം വരും. ഓക്കെ, കോമ നെയിം വരും. അപ്പൊ എന്ത് ചെയ്യും? ഓൾറെഡി നെയിം ഓൾറെഡി ഉണ്ട്. ഡോട്ട് ഡോട്ട് യൂസർ വിളിക്കുമ്പോൾ ഓൾറെഡി നെയിം വരും. പിന്നെ ഇവിടെ നെയിം വരും. ഏതെടുക്കും? ലാസ്റ്റ് അറ്റാക്ക് ഇല്ല. അപ്പൊ ഇതിനോട് ആയിട്ട് അപ്പൊ ഈ നെയിം റീപ്ലേസ് ആയിട്ട് നെയിം, അതാണ് ബാക്കിയുള്ള അതുപോലെ നടക്കുന്നത്. നെയിം ആഡ് ആയത്. ഇത് നമ്മൾ ഏജ് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ഏജ് ഒന്ന് പേജ് സ്ക്രീനിൽ അണ്ടർകാസ്റ്റിംഗ് കിടക്കട്ടെ, നമുക്ക് മാറ്റാൻ പറ്റും. കിടക്കട്ടെ 34. അപ്പൊ എന്ത് ചെയ്തു? 40 ആയി. 40 വന്നു. അല്ലെ ഇവിടെയും ഡോട്ട് ഡോട്ട് യൂസർ, ഡോട്ട് ഡോട്ട് യൂസറിനകത്ത് നെയിം ഓൾറെഡി ആഡ് ആയി. അപ്പൊ നെയിമിനകത്ത് വാല്യൂ ബാക്കി എല്ലാം എന്താ ഇന്ത്യ വരും. അപ്പൊ ഏജ് ആഡ് ആവുന്ന സമയത്ത് ഏജ് ആവും. അങ്ങനെ ഓരോന്നും ആഡ് ആവും. ഇമേജ് ഒന്നും ഇല്ല, ആഡ് കൊടുത്താൽ എന്ത് ചെയ്യും? ആഡ് ആവും. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ യൂസർ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് ടൈപ്പ് ചെയ്ത വാല്യൂ കയറി. ഈ ഒരു മോഡലാണ് നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വരും, പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഓൺ പോസ്റ്റ്, പോസ്റ്റ് നോട്ട് ഓൺ ആഡ് യൂസർ നോക്കാം. മനസ്സിലാക്കാം. ഓൺ ആഡ് യൂസർ. ഓക്കെ, അപ്പം പോസ്റ്റ് ചെയ്യുന്നത് അസിന്റെ വൈറ്റ് ആണ് ചെയ്യാം. ഇവിടെ വരുന്നു പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്ത് റെസ്പോൺസ് ഇല്ലല്ലോ. ആ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ് നമ്മൾ ആക്സസ് ആണ് ഉപയോഗിക്കുക. ആക്സിയോസ് ഡോട്ട് പോസ്റ്റ്. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട URL ആണോ അത് ആദ്യം അടിക്കണം. ലോക്കൽ പോസ്റ്റ് 8000 /യൂസർ ആണ് യൂസർ. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഡാറ്റ എന്താ? യൂസർ. യൂസർ പോസ്റ്റ് ചെയ്യേണ്ട അതേ ഫോം നമ്മൾ ഇത് ഒബ്ജക്റ്റ് ആണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജേസൺ ആയിട്ട് പോസ്റ്റ് ആയിക്കോളും. അതാണ് നമ്മൾ ആക്സസ് ഉപയോഗിക്കുക. ഓക്കെ, റെസ്പോൺസ് വന്നു. അപ്പൊ പോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം? റീഡയറക്ട് ചെയ്ത് നമ്മുടെ ഹോം പേജിലേക്ക് പോകണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇമ്പോർട്ട് യൂസ് നാവിഗേറ്റ്. ഓർമ്മയില്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പറയാ? പോസ്റ്റ് നാവിഗേറ്റ് ഈക്വൽ ടു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ ഒരു കോഴ്സ് മനസ്സിലാക്കി ചെയ്യാം. യൂസ് ഇതാണ് എല്ലാവരും നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂസ് നാവിഗേറ്റ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? പോസ്റ്റ് ആയതിനു ശേഷം നാവിഗേറ്റ് സ്ലാഷ്. എന്നിട്ട് നമ്മൾ ഈ ബട്ടന്റെ ഓൺ ക്ലിക്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഈക്വൽ ടു
അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വർക്കാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ എല്ലാം യൂസറിലേക്ക് ആഡ് ആവും ഇല്ലേ? ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വർക്കാവും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഇമേജ് ഇടാം. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഹോം എടുത്ത് നോക്കാനുള്ള ഹോമിൽ ഇത്ര പേരേ ഉള്ളൂ. നമ്മൾ ആഡ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇത്ര ടൈപ്പ് ചെയ്ത് അതെല്ലാം വന്നു. നമുക്ക് ഇവിടെ ലിങ്ക് തൽക്കാലം നമ്മൾ ലിങ്ക് ആയിട്ട് കൊടുക്കുന്നു. //localhost 8000/images/ ഓക്കെ, ആഡ് ചെയ്യാൻ പോവാം. എന്തോ ഉണ്ടല്ലോ ആക്സസ്. ഓക്കെ, ഞാൻ ഇവിടെ ആക്സസ് ഇമ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, ഇമ്പോർട്ടായി. നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തു. നോക്കിയേ, ആഡ് ചെയ്ത ഡാറ്റ വന്നു. നമ്മുടെ ഡാറ്റാബേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ? ഇപ്പൊ ഇതെങ്ങനെ വന്നു? നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ് എഴുതി, എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ ആ സ്റ്റേറ്റ് സെറ്റ് ചെയ്തു. പക്ഷേ വാല്യൂ ഒന്നുമില്ല, നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ഓരോ ഇൻപുട്ട് ടാഗിലും ഓൺ ചേഞ്ച് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ അതിനനുസരിച്ച് ആ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. നെയിം ആഡ് ചെയ്തു, ഏജ് ആഡ് ചെയ്തു. അപ്പം ബാക്കിയൊന്നും പോകുന്നില്ല. പ്ലേസ് ആഡ് ചെയ്തു. അതിനാണ് നമ്മളിവിടെ ഡോട്ട് എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നെല്ലാം വരാനും കൂട്ടത്തിൽ പുതിയ ആളാകും. ഇത്രയും ക്ലിയർ ആണ് നമുക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ യൂസർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യേണ്ട എല്ലാ ഡാറ്റയും വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് യൂസർ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ആഡ് ആവുകയും ഇല്ലേ? എന്നിട്ട് ആഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ അയക്കുകയും ചെയ്യും. അപ്പോൾ റിക്വസ്റ്റ് അയക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നാവിഗേറ്റ് ചെയ്ത് ആ ഹോം പേജിലേക്ക് വന്നു. അപ്പോൾ ഹോം പേജിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഹോം പേജിൽ ഓടാം. അപ്പോൾ ഒന്നുകൂടെ ഗെറ്റ് ചെയ്യും. ഹോം പേജിൽ ഓടാമ്പോൾ ഒന്നുകൂടെ ഗെറ്റ് ചെയ്യുമല്ലോ. ഗെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ ആഡ് ചെയ്ത ഡാറ്റയുണ്ട്. കാര്യം ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പേജിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് ആ പുതിയ ഡാറ്റ അവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? നോക്കി മനസ്സിലാക്കിയേ. എന്തെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ വരും.